നിന്റെ സംശയം കറക്റ്റാണ് ഭാർഗവ്. ആ അശോകൻ നിനക്കെതിരെയുള്ള കെണി ഒരുക്കിക്കൊണ്ടിരിക്കുക. എനിക്കെന്തോ ഇവൻ ചെയ്യിപ്പിക്കുന്ന ഈ നാടകം നമ്മുടെ സിഹിയുടെ കഥയായിട്ട് നല്ല ബന്ധമുണ്ട്. എന്താ കഥയിലുള്ളത്? എനിക്കും പൂർണ്ണമായിട്ട് അറിയില്ല ഭാർഗവ്. അത് ഒരു കുട്ടിയുള്ള ഒരു സിംഗിൾ മദർ, അവളെ പ്രേമിക്കുന്ന ഒരു ചെറുക്കൻ, രണ്ടുപേരുടെയും കല്യാണമൊക്കെ നടക്കും. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിലുള്ള ഒരു ലേഡി ആ കുട്ടിയെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. എനിക്കെന്തോ ആ ചന്ദ്രികയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ നിന്നെ എനിക്ക് ഓർമ്മ വന്നു. ഓവറോൾ ആ നാടകത്തിന്റെ കഥ എന്താ? അതിന്റെ ക്ലൈമാക്സ് എന്താ? ഓ, അതെനിക്കറിയില്ല ഭാർഗവ്. ആ അശോക് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വിശ്വ, ആ സ്ക്രിപ്റ്റ് എനിക്ക് വേണം. നീ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ അതെനിക്ക് വേണം. ഞാനും 2-3 തവണ അതിനെക്കുറിച്ച് ചോദിച്ചാണ് ഭാർഗവ്. അവൻ ആരെയും സ്ക്രിപ്റ്റ് കാണിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അവന്റെ ക്ലോസ് ഫ്രണ്ട് റാമിന് പോലും അവൻ കൊടുക്കുന്നില്ല. പിന്നെ എനിക്ക് തരുമോ? ഐ ഡോണ്ട് വാണ്ട് റീസൺസ് വിശ്വ. ആ സ്ക്രിപ്റ്റ് എനിക്ക് വേണം. അത് കൊണ്ടുവരാനാ പറഞ്ഞത്. ശരി, ട്രൈ ചെയ്ത് നോക്കാം ഭാർഗവ്. ട്രൈ അല്ല, ആ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിരിക്കണം. നാശം പിടിക്കാനായിട്ട് ഇവളാണ് സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറയുന്നു. ആ അശോകനാണെങ്കിൽ എന്നെ കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിച്ച് അങ്ങ് ആസ്വദിക്കുക. ഒരു തൊരിഞ്ഞ ജീവിതം തന്നെ. ആ മാച്ച് പോലും കാണിക്കാൻ സമ്മതിക്കില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് സീനുമില്ല, ഒന്നുമില്ല. ഇനി സ്നാക്സ് ബ്രേക്ക്. എല്ലാരും വന്നേ. ഓ, ഇപ്പോ സ്നാക്സ് ബ്രേക്ക്. കമോൺ 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 മക്കളെ, കമോൺ 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 കമോൺ, ഗോ 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 ഗോ. വരുന്നു, ഞാനും വരുന്നു. എടാ, ഈ കുട്ടികളെ കാണുമ്പോൾ നിനക്ക് നമ്മുടെ സമ്മർ ക്യാമ്പ് ഓർമ്മ വരുന്നുണ്ടോ? കറക്റ്റ്ടാ. കുട്ടികളെ വേഗം വേഗം കഴിക്ക്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. രാവിലെ തൊട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കല്ലേ, അവർക്ക് ക്ഷീണം കാണില്ലേ? വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്താലോ നമുക്ക്? അതെ അശോക്, രാവിലെ തൊട്ട് അവര് നാടകം മാത്രം പ്രാക്ടീസ് ചെയ്ത് ബോറടിച്ച് കാണും. അവർക്ക് മതിയാക്ക് വീടിനി. അതെ അശോക്, വേറെ എന്തെങ്കിലും കളി കൊടുക്ക ഇനി. ശരിയാവട്ടെ. സീത, പ്രിയ, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യ് കുട്ടികളെ കൊണ്ട് എന്ത് ആക്ടിവിറ്റീസ് ചെയ്യിക്കണമെന്ന്. ഓക്കെ, ഡൺ. അപ്പോഴേക്ക് ഞാൻ പോയി അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അച്ഛനും കുട്ടികളെയൊക്കെ കാണുമ്പോ സന്തോഷാവും. ശരി മേമ. അശോകൻ സ്ക്രിപ്റ്റ് എവിടെയാ വെച്ചത്? അവന്റെ കയ്യിലതില്ല, വേറെ എവിടെ വെച്ചത്? ഇതെന്റെ പൊന്നു ഭാർഗുവിന് കൊടുക്കണം. ഭാർഗു, ഏട്ടൻ വരുന്നു.
ഭാർഗു ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാ. ആ പോവാൻ നോക്ക്. എങ്ങോട്ട്? ഭാർഗു, ഇത് എടുത്തവിടത്ത് തന്നെ കൊണ്ട് തിരിച്ചു വെക്കണം. നോക്കാനുള്ള നോക്കിയിട്ട് ആ സ്ക്രിപ്റ്റ് വേങ്ങതാ. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പോവാൻ നോക്ക്. ഭാർഗു, സ്നാക്ക് ബ്രേക്കാണ് ഇപ്പൊ താഴെ. അവൻ അറിയാതെയാണ് ഞാനിപ്പോ ഇത് കൊണ്ടുവന്നത്. ഇപ്പോ അവരെന്തോ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോവാ. ഈ അശോകന്റെ സ്ക്രിപ്റ്റ് അവിടെ വെച്ചെന്ന് അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ സ്ക്രിപ്റ്റ് അവിടെ കൊണ്ട് തിരിച്ചു വെക്കണം. വിശ്വ, നിന്നോട് പോവാനാ പറഞ്ഞത്. ഭാർഗു, ഔട്ട്. എന്താ മേമ, ഷോക്കായോ? എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അവരൊക്കെ പോയപ്പോ എനിക്ക് വിഷമായി. ആരാ? കുട്ടികളാണോ? അവരെല്ലാരും എന്റെ കൂടെ വേണമായിരുന്നു. അതെ മോളെ, എനിക്ക് തന്നെ വിഷമം വരുന്നുണ്ട്. അപ്പൊ നിനക്ക് വിഷമാവാതിരിക്കുവോ? നിനക്കും വിഷമാവുന്നല്ലോ സീത. രാവിലെ തൊട്ട് എന്ത് രസമായിരുന്നല്ലേ. അനിയെ സിഹയെ നമ്മള് വേറെ എവിടേക്കെങ്കിലും ക്യാമ്പിന് അയച്ചിരുന്നെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ കുട്ടികൾ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ആ ബഹളം, സന്തോഷം, ആവേശം സൂപ്പറായിരുന്നു. ഇന്ന് ആസ്വദിച്ച എല്ലാ ഹാപ്പി മൊമെന്റ്സും ഉണ്ടല്ലോ സീത, അതിന്റെ ഫുൾ ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം അശോകനാ. അപ്പോഴത്തെ ഒരു ആവേശത്തിന് നമ്മുടെ വീട്ടിൽ ക്യാമ്പ് നടത്താമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് അവൻ കൊണ്ടുപോയി. സത്യം, താങ്ക്സ് ടു അശോക്. അച്ഛാ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലേക്കുള്ള വഴിയുള്ളത് അങ്ങോട്ടല്ലേ? ഓ ശരിയാണല്ലോ റാം. സംസാരിച്ച് നമ്മൾ മുന്നേക്ക് ഇങ്ങ് വന്നു. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾക്ക് തീരെ ബോധമില്ലാതായിട്ടുണ്ട് ഇപ്പോ. എന്താ, ഞാൻ വീട്ടിലേക്കുള്ള വഴി മറന്നെന്ന് നീ വിചാരിച്ചോ സീത? ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്നാ. എന്തിനാ? നമ്മള് 3 പേരും കൂടെ ഇപ്പൊ ഒരു അടിപൊളി ലോങ് ഡ്രൈവിന് പോകാൻ പോവാ. റാം, എനിക്ക് കാറ്റെന്ന് വെച്ചാ ഒരുപാട് ഇഷ്ടാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ രുദ്രപ്രതാപമായിട്ടുള്ള എന്റെ കല്യാണം ക്യാൻസൽ ആയില്ലേ? നിങ്ങൾ അന്നും എന്നെ ഇങ്ങനെ ലോങ് ഡ്രൈവിന് കൊണ്ടുവരുന്നു, ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു. അതൊക്കെ മറക്കാൻ പറ്റുമോ സീത? ഇന്ത്യയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് തിരിച്ച് മലേഷ്യക്ക് പോയി സെറ്റിൽ ആണെന്ന് വിചാരിച്ച ആളാ ഞാൻ. അതായിരുന്നു എന്റെ ആഗ്രഹങ്ങളും. സിഹി ഒരു വോയിസ് നോട്ട് അയച്ചിരുന്നു. അത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. അതെ റാം, അന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താകോ എന്തോ. ഇപ്പൊ അതൊക്കെ എന്തിനാ സീത? ഞാൻ കണ്ടോ, നല്ല മൊമെന്റ്സ് ഒക്കെ ഓർക്കാന്ന് കരുതി പറഞ്ഞതാ. പക്ഷെ സംസാരിക്കുന്നതൊക്കെ മോശം മൊമെന്റ്സിനെ പറ്റി. വേറൊരു കാര്യം അറിയോ റാം? അന്നത്തെ എന്റെ വിഷമം എല്ലാം മാറ്റിയത് ദൈ കാറ്റ, അതിന്റെ കൂടെ നിങ്ങളും. നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നേ? ഒന്നും കേൾക്കാനും പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. മോളെ, അതിന് മാത്രം ഒന്നുമില്ല. നീ സമാധാനമായിട്ട് സോങ് എൻജോയ് ചെയ്ത് പുറത്തേക്ക് നോക്കിയിരുന്നു.
സമയത്ത് വേണോ ഇങ്ങനെ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ? നിങ്ങൾ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചേ. ഞാനതിന് എവിടെ പിടിച്ച സീത? ഞാൻ പിടിച്ചത് ഗിയറിലല്ലേ. റാം, വീട് കഴിയുന്ന. നിനക്കൊരു കാര്യം അറിയോ സീത? അമ്മ പ്രോ ഡ്രൈവർ. അതെ അതെ. യാ. എങ്ങനെയുണ്ട് മേമ സർപ്രൈസ്? നീ എന്താ കളിക്കുവാണോ അശോക്? കളിയോ മേമ? കളിയല്ല, ഡ്രാമ. ഡ്രാമ ആണോ? അല്ല, ഈ ഡ്രാമയുടെ പേരും പറഞ്ഞ് എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം? ഈ സ്ക്രിപ്റ്റിലെ ക്ലൈമാക്സ് ഇല്ലല്ലോ, നീ മറച്ചു വെച്ചതാണോ? എവിടെയാ? അതിങ്ങോട്ട് താ. മേമ, നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ? അശോക്, സ്റ്റോപ്പ് പ്ലേയിങ് ഗെയിംസ്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും മേമ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നേ? എന്തിനാ എന്റെ പുറകെ നടന്ന് ഇത്രയ്ക്ക് എൻക്വയറി ചെയ്യുന്നേ? നീ ചെയ്യാൻ പാടില്ലാത്തത് ഓരോന്ന് ചെയ്യുമ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഡൗട്ടാണോ? അതെന്തോ മഞ്ഞ കണ്ണട വെച്ച് കഴിഞ്ഞാ ചുറ്റുമുള്ളതൊക്കെ മഞ്ഞയായി കാണുന്ന അതിതാണോ? Enough, അശോക്. മൈൻഡ് യുവർ ടങ്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടേ? പോവാൻ നോക്ക്. ഇത് നിനക്ക് നല്ലതിനല്ല അശോക്. പോവില്ല. പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പോയില്ലെങ്കിൽ എനിക്ക് പറഞ്ഞയക്കേണ്ടി വരും. പറഞ്ഞയക്കോ? എങ്ങോട്ട്? യമലോകത്തേക്ക്. ഡു യു വാണ്ട് ട്രൈ യുവർ ലക്ക്? കാണണോ നിനക്ക്? വാവ് മേമ, വാവ്. ഈ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നതല്ലേ? ഈ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് ഇതാ. നിങ്ങൾ ഈ യമലോകത്തേക്ക് അയച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. That's it. സീത, കാം ഡൗൺ. ഒരു കുഴപ്പമില്ല, ആ കുട്ടി സേഫാണ്. നിനക്കൊന്നും പറ്റില്ലല്ലോ മോളെ. എടാ, നീ ഓക്കെ അല്ലേ? മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. പേടിക്കണ്ട, ഞാൻ വെള്ളം എടുത്തു തരാം കേട്ടോ. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ വെള്ളം കുടിക്കേ. റാം, ഒരല്പം കൂടി ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയേന്. നിനക്ക് എന്താ പറ്റിയത് മോളെ? അവരുടെ കൈ പിടിച്ച് വേണ്ട നടക്കാൻ. ശ്രദ്ധിക്കണ്ടേ നിങ്ങള്? ഈ സമയത്ത് എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? ബലൂൺ വിൽക്കാൻ വേണ്ടി വന്നതാ. വാ, ഞാൻ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാം. അന്ന് ഞാൻ എൻ്റെ സിഹിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ ആക്സിഡന്റ് തടഞ്ഞേനെ. എൻ്റെ മകളെ ഞാൻ രക്ഷപ്പെടുത്തിയേനെ. സീത, നത്തിങ് ടു വറി. അവളിപ്പോ സേഫാണ്. നമുക്ക് പോവാം. സീത, നത്തിങ് ടു വറി. നമുക്ക് പോവാം.
വാ മോളെ. സീത, എല്ലാം ഓക്കെയാണ്. കാം ഡൗൺ, നത്തിങ് ടു വറി. കണ്ടോ രാമ, ഇന്നലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത്, നാളെ ഇതെല്ലാം അവസാനിക്കും. അതെ അല്ലേ? ഈ കുട്ടികളെ കാണുമ്പോൾ ഇവരൊക്കെ ഇനിയും കുറെ ദിവസം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക അശോക. അത് മാത്രമല്ല, നമ്മുടെ സാധനമേമയും സീതയും പ്രിയയൊക്കെ എന്തുമാത്രം ഹാപ്പി എന്നറിയോ? എടാ, അത് മാത്രമല്ല, നമ്മുടെ സുബിയും പിന്നെ ഐ മീൻ നമ്മുടെ സിഹി ഇനിയിപ്പോ ഈ ലോകത്തെ അല്ലടാ. അതെ രാമ, ഞാനും വളരെ ഹാപ്പിയാണ്. നാളെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുമല്ലോ. എന്താ മനസ്സിലായില്ല? അല്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു നാടകം എഴുതി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞതാ. അതാണോ? എടാ അതല്ല, വെനു എവിടെയാ? അതൊന്ന് ഫിക്സ് ചെയ്യണോ രാമ? ഞാൻ സൂര്യയോട് പറഞ്ഞതാ പ്രോഗ്രാം നിങ്ങൾ എന്നെ ഇനാഗ്രേറ്റ് ചെയ്യണമെന്ന്. ബട്ട് സൂര്യക്ക് ക്ലബിൽ ഫ്രണ്ട്സിന്റെ കൂടി മീറ്റിംഗ് ഉണ്ട്, അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഗസ്റ്റിനെ വിളിച്ച് ഇനാഗ്രേഷൻ നടത്താനാ അവര് പറഞ്ഞത്. എന്താ വേണ്ടതെന്ന് അറിയില്ല. എടാ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. വേറെ ഏതെങ്കിലും ഗസ്റ്റിനെ വിളിക്കുന്നതിന് പകരം നമ്മുടെ ഭാർഗവി മേമയെ കൊണ്ട് അതിന്റെ ഇനാഗ്രേഷൻ നടത്തിയാ പോരെ? ഗുഡ് ഐഡിയടാ. ഭാർഗവി മേമയെ കൊണ്ട് തന്നെ ഇനാഗ്രേറ്റ് ചെയ്യിപ്പിക്കാം. ഭാർഗവി മേമ, നിങ്ങളുടെ മുഖംമൂടി അടിക്കുന്ന പ്രോഗ്രാം നിങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യണം. രസമായിരിക്കും. സീത, പ്രിയ, സാധന മേമ വരൂ. ആ വരുന്നു. നോക്ക്, നാളെയാണ് ഷോ. കുട്ടികളുടെ മേക്കപ്പ്, കോസ്റ്റ്യൂം ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. ഞാൻ പ്രിയക്ക് ഓൾറെഡി റെഫറൻസ് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഡൺ അശോക്. അശോക്, അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ കുട്ടികളെ, ഡയലോഗ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ? ആ എടാ അശോക, പിള്ളേരൊക്കെ പൊളിയാടാ. ഉള്ള കാര്യം പറയാലോ, ഒറ്റ നിപ്പില് പിള്ളേര് ഡയലോഗ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ക്ലൈമാക്സ് സീൻ എന്താ നീ പറഞ്ഞില്ല. അതിന്റെ പ്രാക്ടീസും കഴിഞ്ഞില്ല, നാളെയാണ് ഷോ എന്നും പറഞ്ഞു. അശോക, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? ചെറിയ അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ ആവണ്ട. പക്ഷേ പ്രാക്ടീസ് ഇല്ലാതെ എങ്ങനെയാടാ? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതാ. അതെപ്പോ? അതെ, നിങ്ങൾ മാച്ച് കാണാൻ പോയില്ലേ, ആ സമയത്താ. ആ അയ്യോ, മാച്ച് കാണാൻ പോയത് തെറ്റായി പോയല്ലോ. ഈ കാര്യം ഭാർഗവിനോട് പറയേണ്ടി വന്നാൽ മൊത്തം പ്രശ്നമാകുമല്ലോ. I'll check and sign it. Yeah. അപ്പോ സോറി, ബിസി ആയിരുന്നോ? അല്ല മേമ, ഞാൻ മേമയോട് സംസാരിക്കാൻ അങ്ങോട്ട് വരുമായിരുന്നു. അപ്പോഴേക്കും മേമ ഇങ്ങോട്ട് എത്തിയല്ലോ. അല്ല, 2 ദിവസമായിട്ട് നീയാണെങ്കിലും അശോകാണെങ്കിലും ഓഫീസിലേക്ക് പോയിട്ടില്ലല്ലോ. വർക്കാണെങ്കിൽ മൊത്തത്തിൽ പെൻഡിങ് ആണ്. അശോകാണെങ്കിൽ ആ സമ്മർ ക്യാമ്പിൽ എൻഗേജ്ഡ് ആണല്ലോ. അല്ല, നീ നാളെ ഓഫീസിലേക്ക് പോകുന്നില്ലേ? മേമ, ഇപ്പോഴാണ് ഞാൻ രാഹുലിനെ ഫോൺ ചെയ്ത് സംസാരിച്ചത്. മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യാനും ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് അയക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി മേമ. മേമ, എക്സ്ക്യൂസ് മീ. ആ ഡ്രാമ നീ കാണരുതെന്ന് കരുതി ഞാനിത് തടയാൻ ശ്രമിക്കുമ്പോ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും നീ തയ്യാറല്ലല്ലോ. അപ്പോ ഓക്കെ, സീ യു ലേറ്റർ. അല്ല, ഈ അടുത്തല്ലേ വെയർ ഹൗസിൽ ഒരു പ്രോബ്ലം ഉണ്ടായത്? നിങ്ങൾ രണ്ടുപേരും പോയില്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി എനിക്കിന്ന് വല്ലാതെ ടെൻഷൻ ആവുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേമ, രാഹുൽ എല്ലാം മാനേജ് ചെയ്തോളും. വേറെ എന്ത് കാര്യമായാലും ഞാൻ ഓഫീസിലേക്ക് പോയേനെ. പക്ഷേ നമ്മുടെ അശോകൻ ആദ്യമായിട്ടൊരു നാടൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവനത് വിഷമാവില്ലേ? ആൻഡ് മോറോവർ മേമയെ നാടകത്തിൽ വന്നേ പറ്റൂ. ഞാനും അശോകും മേമയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനോ? ഓഫ് കോഴ്സ് മേമ, നാളെ നിങ്ങളാ പ്രധാന ഗസ്റ്റ്.
മേമ വന്നാൽ കുട്ടികളൊക്കെ എൻകറേജഡ് ആവും. ആൻഡ് അനിമോനും അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, നമ്മുടെ അശോകൻ ഫസ്റ്റ് ടൈം ഒരു നാടകം എഴുതി അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോ ഞാനത് കാണാൻ വരാതിരിക്കുവോ അപ്പു? അതും ഗസ്റ്റായിട്ട് ഉറപ്പായിട്ടും വരും അപ്പു. നമ്മുടെ വീട്ടിലിപ്പോ എല്ലാം ആഘോഷമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അശോകല്ലേ അപ്പു? ഐ ഡെഫിനറ്റ്ലി ബി ദേ. താങ്ക്സ് മേമ. അതല്ല, പ്രോഗ്രാം എവിടുന്ന അപ്പു? ഇവിടെ അടുത്ത് തന്നെ മേമ, SR ഓഡിറ്റോറിയം ഇല്ലേ, അവിടെ തന്നെ. ഷുവർ അപ്പു, ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കും. ഓക്കെ മേമ. മേമ ഒരു സെക്കൻഡേ. രാഹുൽ. യാ ഷുവർ.